ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വിദാത് ലേണിംഗ് ഹബ്ബ്. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി BA സോഷ്യോളജി ഫസ്റ്റ് ഇയറിൽ നിന്നുള്ള 4ാമത്തെ മൊഡ്യൂളായ ഇന്ത്യൻ സൊസൈറ്റിയിലെ ആദ്യത്തെ പാഠഭാഗമാണ് യൂണിറ്റി ആൻഡ് ഡൈവേഴ്സിറ്റി, ഏകത്വവും വൈവിധ്യവും, പിന്നെ അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കൺസെപ്റ്റും കാര്യങ്ങളും, പിന്നെ നമ്മുടെ ഇന്ത്യയിലുള്ള വംശീയവും വർഗീയപരമായിട്ടുള്ള ഘടനകളും മറ്റൊക്കെയാണ് ഈ പാഠഭാഗത്ത് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഇൻട്രൊഡക്ഷനിൽ തന്നെ പറയുന്നുണ്ട് ഏകദേശം 5000 വർഷത്തിലേറെ പഴക്കമുള്ളതാണ് നമ്മുടെ ഇന്ത്യയുടെ ഓരോ സംസ്കൃതികളും കാര്യങ്ങളും എന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് ഏകദേശം 32,87,782 സ്ക്വയർ കിലോമീറ്ററിൽ വ്യാപിച്ച് കിടക്കുന്ന ഇന്ത്യ മഹാരാജ്യത്തിൽ ഓരോ മുക്കിലും മൂലയിലും ഓരോ വ്യത്യസ്ത രീതിയിലുള്ള സംസ്കൃതിയും അവരുടേതായിട്ടുള്ള ആചാരങ്ങളും മറ്റു അനുഷ്ഠാനങ്ങളും ഉണ്ട്. അപ്പോൾ അതനുസരിച്ച് കൊണ്ട് തന്നെ ഓരോ പ്രദേശങ്ങൾക്കനുസരിച്ച് അവിടുത്തെ കൾച്ചറുകളും മറ്റൊക്കെ മാറുമ്പോൾ അത് നമ്മുടെ ഇന്ത്യയുടെ വൈവിധ്യങ്ങളിൽ ഇന്ത്യയുടെ ഒരു സൗന്ദര്യമായി മാറുകയാണെന്നൊക്കെയാണ് ഇതിൻ്റെ ഇൻട്രൊഡക്ഷനിൽ പറയുന്നത്. ഓക്കെ, അപ്പം ഇനി ഇതിന് ആദ്യമായിട്ട് നമ്മൾ പറയുന്നത് കൺസെപ്റ്റ് ഓഫ് യൂണിറ്റി ആൻഡ് ഡൈവേഴ്സിറ്റി ആണ്. അതിന് ആദ്യമായിട്ട് ഫാക്ടേഴ്സ് ഓഫ് യൂണിറ്റിയാണ് നമ്മൾ പറയുന്നത്, ഏകത്വത്തിൻ്റെ ഫാക്ടറും കാര്യങ്ങളും. അതുകൊണ്ട് യൂണിറ്റി എന്നുള്ളതുകൊണ്ട് അർത്ഥമാക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ വൺനെസ്, ഒരുമ, അതുപോലെ തന്നെ ഇൻ്റഗ്രേഷൻ ഓർ ടുഗദർനെസ്. നമ്മൾ എന്തെങ്കിലും കാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഒരു ഒത്തൊരുമ ഉണ്ടാകുക എന്നുള്ളതാണ് ഈ യൂണിറ്റി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഹിസ്റ്ററിക്കൽ യൂണിറ്റിയാണ് ആദ്യമായിട്ട് അതിൽ പറയുന്നത്. യൂണിറ്റിൻ്റെ ഫാക്ടേഴ്സിൽ ആദ്യമായിട്ട് പറയുന്നത് ഹിസ്റ്ററിക്കൽ യൂണിറ്റി. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 5 ലക്ഷം BC മുമ്പാണ് നമ്മൾ ഈ ഇന്ത്യ എന്ന് പറയുന്ന ഈ പ്രദേശത്ത് ആദ്യമായിട്ടൊരു മനുഷ്യവാസം തുടങ്ങുന്നതെന്ന് പറയുന്നുണ്ട്. അതിന് ഈ ഇന്ത്യയിൽ അന്നുണ്ടായ ഒരു മനുഷ്യന് ഏകദേശം നമ്മുടെ വ്യത്യസ്ത ശിലായുഗങ്ങളിലൂടെ അദ്ദേഹം കടന്നു പോയിട്ടുണ്ടാവുമെന്നാണ് അതിനുശേഷം പറയുന്നത്. പിന്നെ അതിനുശേഷം പറയുന്നതാണ് ലോകത്തിലെ ആദ്യത്തെ സിവിലൈസേഷൻ നാഗരികതയായിട്ടുള്ളത് ഇൻഡസ് വാലി സിവിലൈസേഷനാണ് ഉണ്ടായിട്ടുള്ളത്. അത് ഇന്ത്യയിലാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത് 2500 BC മുതൽ 1500 BC വരെയായിരുന്നു അതിൻ്റെ കാലഘട്ടം ഉണ്ടായിരുന്നതെന്ന് പറയുന്നത്. പിന്നെ ഒരുപാട് രാജാക്കന്മാരൊക്കെ എന്താണ് നമ്മൾ ഈ ഹിസ്റ്ററിക്കലി നമ്മൾ ഇവിടെ യൂണിറ്റിയെ ഏകോപിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത്. അതായത് അതിൽപ്പെട്ടാണ് അശോക ചക്രവർത്തി, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മുഗൾ എംപയറായിട്ടുള്ള അക്ബർ, അദ്ദേഹം ദീൻ ഇലാഹി എന്നുള്ള മതമൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് ഇവിടെ ഹിന്ദു മുസ്ലിം ഐക്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി അടുത്താണ് ജിയോഗ്രഫിക്കൽ യൂണിറ്റാണ് അടുത്ത് പറയാനുള്ളത്. അതായത് ഭൗമശാസ്ത്രപരമായിട്ടുള്ള യൂണിറ്റാണ്. അതായത് ഇന്ത്യ എന്നുള്ളത് ഏകദേശം 32,80,483 സ്ക്വയർ കിലോമീറ്ററോളം വ്യാപിച്ച് കിടക്കുന്ന ഒരു രാജ്യമാണ്, മഹാരാജ്യമാണ്. അതിന് 1500 മൈലുകൾ, ഗുജറാത്ത് മുതൽ ആസാം വരെ ഏകദേശം 1500 മൈലും, പിന്നെ കാശ്മീർ മുതൽ നമ്മുടെ കന്യാകുമാരി വരെ 2000 മൈലോളം, അങ്ങനെ വലിയൊരു വ്യാപ്തിയിൽ വ്യാപിച്ച് കിടക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ മഹാരാജ്യം എന്നുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ഈ അല്ലെങ്കിൽ ഭാരതവർഷ എന്നുള്ളതൊക്കെ എന്താണ്, നമ്മുടെ ഈ വലിയൊരു ഭൗമപരമായിട്ടുള്ള ഈ ഒരു സ്ഥലത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതുതന്നെ നമുക്ക് എന്തായി ഒരു യൂണിറ്റി, ഒരു ഏകത്വത്തെ അവിടെ അറിയിച്ചിരുന്നുണ്ട് എന്ന് പറയുന്നത്. ഇനി ഇന്ത്യ എന്നുള്ള പേര് വരുന്നത് സിന്ധു എന്ന ഇതിൽ നിന്നാണ്. അതായത് ഇൻഡസ് വാലി, നമ്മുടെ സിന്ധു നദിയുടെ പേരിൽ നിന്നാണ് നമ്മൾ ഇന്ത്യ എന്നുള്ള പേര് വരുന്നത്. പിന്നെ ഈ ഭാരത് അല്ലെങ്കിൽ ഭാരതവർഷ എന്നുള്ളതൊക്കെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുമ്പ് ഒരു രാജാവ് ഉണ്ടായിരുന്നു, ഭാരത് എന്നുള്ള പേരിലൊരു ചക്രവർത്തി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു ഓർമ്മ സ്മരണ നിലനിൽക്കാണ് ഭാരത് എന്നുള്ളത് പറഞ്ഞു വരുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഇപ്പോൾ എന്താണ് ഭാരത് മാതാ വന്ദേ മാതരം, മേരാ ഭാരത് മഹാൻ എന്നുള്ളതൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു യൂണിറ്റി അവിടെ രൂപപ്പെടുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇനി അടുത്ത് പറയുന്നത് കൾച്ചറൽ യൂണിറ്റിയാണ്. അതായത് സാംസ്കാരികപരമായിട്ടുള്ള നമ്മളെ യൂണിറ്റിയാണ്, ഐക്യമാണ് പറഞ്ഞു വരുന്നത്. ഓക്കെ, അതിൽ നമ്മളെ ഇന്ത്യയുടെ പരിശുദ്ധമായിട്ടുള്ള ഈ ഭൗമാന്തരീക്ഷങ്ങളൊക്കെ, വ്യത്യസ്തമായ ഭൗമാന്തരീക്ഷങ്ങളിലും മറ്റൊക്കെ നമ്മുടെ സാംസ്കാരിക ഐക്യത്തിന് വളരെയധികം താങ്ങ് നൽകുന്ന ഒന്നാണെന്ന് പറയുന്നത്. നമ്മുടെ എന്താണ് കലകളിലും കരകൗശലങ്ങളിലും അതുപോലെ തന്നെ സാഹിത്യം, മറ്റ് തത്വശാസ്ത്രം, ഇതിലൊക്കെ നമുക്ക് നമുക്ക് പല കൾച്ചറുകളും പല സംസ്കാരങ്ങളും നമുക്ക് ഏകോപിപ്പിക്കാൻ കഴിയുമെന്ന് പറയുന്നത്. പിന്നെ ദിവാലി, ദസറ, ഹോളി അതുപോലുള്ള പല ആഘോഷങ്ങളും രാജ്യം ഒന്നടങ്കം എന്തായിരിക്കുന്നുണ്ട്
നമ്മൾ ആഘോഷിക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ രാമായണം, മഹാഭാരതം പോലെയുള്ള വലിയ പുരാണങ്ങളൊക്കെ നമ്മൾ എന്താണ് സംസ്കൃത ഭാഷയിൽ മാത്രമല്ല മറ്റു ഭാഷകളിലൊക്കെ എന്താണ് നമ്മൾ അറിഞ്ഞു വരുന്നുണ്ട്. അതൊക്കെ നമ്മുടെ ഒരു സംസ്കാരത്തിൻ്റെ ഐക്യമായിട്ടാണ് കണക്കാക്കുന്നത്. ഓക്കെ, നമ്മുടെ ഇനി അടുത്തായിട്ട് പറയാനുള്ളതാണ് റിലീജിയസ് യൂണിറ്റി, മതപരമായിട്ടുള്ള ഐക്യമാണ് ഇനി അടുത്ത് പറയുന്നത്. എമിലി ദുർക്കിം പറഞ്ഞിട്ടുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ റിലീജിയൻ ഈസ് എ യൂണിഫൈഡ് സിസ്റ്റം ഓഫ് ബിലീഫ്സ് ആൻഡ് പ്രാക്ടീസസ് റിലേറ്റിംഗ് ടു സാക്രഡ് തിങ്സ്. ഓക്കെ, ഇനി ഹിന്ദുസാണ് ഇന്ത്യയിലെ പ്രധാനമായിട്ടുള്ളൊരു മതം എന്ന് പറഞ്ഞു വരുന്നത്. അപ്പോൾ നമുക്ക് അറിയാം, ഒരുപാട് ഡയറ്റീസ്, ഒരുപാട് ആരാധനാമൂർത്തികളെ ഹിന്ദു മതത്തിൽ പലരും ആരാധിച്ചു പോരുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്താണ് നമ്മളെ പൊളിറ്റിക്കൽ യൂണിറ്റി, അതായത് രാഷ്ട്രീയപരമായിട്ടുള്ള ഐക്യമാണ് ഇനി അടുത്ത് പറയുന്നത്. ഇന്ത്യയുടെ രാഷ്ട്രീയപരമായിട്ടുള്ള ഐക്യത്തെ പറ്റിയാണ് ഇനി അടുത്ത് നമുക്ക് പറഞ്ഞു തരുന്നത്. അതിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയുടെ പൊളിറ്റിക്കൽ യൂണിറ്റി എന്നുള്ളത്, രാഷ്ട്രീയപരമായിട്ടുള്ള ഐക്യം എന്നുള്ളത് എന്താണ്, നമ്മുടെ മതപരവും സാംസ്കാരികപരമായിട്ടുള്ള ഐക്യത്തിൻ്റെ മേലിൽ ആശ്രയിച്ച് നിൽക്കുന്നതാണെന്ന് പറയുന്നത്. ഇനി രാജചക്രവർത്തി എന്നുള്ള എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ടേം ഷോസ് ദ പൊളിറ്റിക്കൽ യൂണിഫിക്കേഷൻ ഓഫ് ഇന്ത്യ അണ്ടർ വൺ സെൻട്രൽ അതോറിറ്റി. ഒരൊറ്റ കേന്ദ്രീകൃത അധികാരികളുടെ പരിധിയിൽ ഇന്ത്യയെ മൊത്തത്തിൽ ആക്കുക എന്നുള്ളതാണ് ഈ രാജചക്രവർത്തി എന്നുള്ളത് കൊണ്ട് എന്താണ് ഏകീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് അതാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ അശ്വമേധ യജ്ഞ എന്നുള്ളത് എന്താണ്, ഒരൊറ്റ രാജാവിൻ്റെ കീഴിൽ എന്തായിരിക്കുക, ഈ ഒരു പ്രദേശം മുഴുവൻ ഒരാളെ കീഴിലാകാൻ വേണ്ടിയിട്ടുള്ള നമ്മളെ മതപരമായിട്ട് നൽകുന്നൊരു എന്താണ് സപ്പോർട്ടും കാര്യങ്ങളാണ് ഈ അശ്വമേധ യജ്ഞ എന്നുള്ളത്. ഇനി അടുത്താണ് ലിംഗ്വിസ്റ്റിക് യൂണിറ്റി, അതായത് ഭാഷാടിസ്ഥാനത്തുള്ള ഐക്യം എന്നുള്ളത്. ഓക്കെ, ഈ പറഞ്ഞിരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 1652 ഭാഷകളും അതിൻ്റെ ലിപികളൊക്കെ നമ്മുടെ ഇന്ത്യയിലുണ്ടായിരുന്നു എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നമ്മുടെ ഈ ഇന്ത്യൻ ഭരണഘടനയിൽ ഏകദേശം 18 ഭാഷകളും അംഗീകൃതമായിട്ടുള്ളതുണ്ട്. അതിന് തന്നെ നമ്മളെ ഹിന്ദിയെയും ഇംഗ്ലീഷെയുമാണ് നമ്മളെ ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷയായിട്ട് തിരഞ്ഞെടുക്കുന്നത്. അതായത് ഹിന്ദിയാണ് പ്രധാനമായിട്ടുള്ളത്, അതിൻ്റെ കൂടെ നമ്മൾ സബോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇംഗ്ലീഷിനെ കൊടുത്തിട്ടെടുക്കുന്നത്. പിന്നെ നമ്മൾ പുരാതന കാലത്ത് ഉണ്ടായിരുന്നത് വെച്ച് കഴിഞ്ഞാൽ സംസ്കൃത ഭാഷയായിരുന്നു ആദ്യമായിട്ട് ഉണ്ടായിരുന്നത്. ഇനി അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമോഷണൽ യൂണിറ്റിയാണ്, അതായത് വൈകാരികപരമായിട്ടുള്ളൊരു ഏകത്വമാണ് അടുത്ത് പറയുന്നത്. ഇതിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഈ ഭാരതവർഷം അല്ലെങ്കിൽ ഭാരത് മാത എന്നുള്ളതൊക്കെ കേൾക്കുമ്പോഴേക്ക് ഓരോ ഇന്ത്യൻ്റെ മനസ്സിലും എന്താണ് ഒരു വൈകാരികത, ആൻ ഇന്ത്യൻ, ഞാനൊരു ഇന്ത്യനാണെന്നുള്ളൊരു വൈകാരികപരമായിട്ടുള്ളൊരു ഐക്യം, ഏകത്വം വരികയാണെന്നാണ് ഈ ഇമോഷണൽ യൂണിറ്റിയിൽ പറയുന്നത്. ഇനി അടുത്തത് വെച്ച് കഴിഞ്ഞാൽ ഫാക്ടേഴ്സ് ഓഫ് ഡൈവേഴ്സിറ്റിയാണ്. ഇനി വൈവിധ്യങ്ങളുടെ കാര്യങ്ങളാണ് പറഞ്ഞത്. ഇത്രയും നേരം നമ്മൾ യൂണിറ്റിയാണ് പറഞ്ഞത്, ഇനി ഡൈവേഴ്സിറ്റിയാണ് പറയാൻ പോകുന്നത്. ഈ ഡൈവേഴ്സിറ്റി പറഞ്ഞാൽ യൂണിറ്റിയുടെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളൊരു ടേമാണ്. ഓക്കെ, ഈ ഡൈവേഴ്സിറ്റി എന്നുള്ളതുകൊണ്ട് അർത്ഥമാക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഈ ഗ്രൂപ്പുകൾക്കിടയിലുള്ള ഭാഷാപരമോ മതപരമോ അല്ലെങ്കിൽ ബയോളജിക്കലി നമ്മൾ ജനിതകപരമായിട്ടുള്ള വല്ല മാറ്റങ്ങളൊക്കെ ഉണ്ടാവുന്ന ആ ഒരു വൈവിധ്യത്തിനാണ് ഡൈവേഴ്സിറ്റി കൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത്. നമ്മൾ അതിൽ റേഷ്യൽ ഡൈവേഴ്സിറ്റി ആയാലും ലിംഗ്വിസ്റ്റിക് ഡൈവേഴ്സിറ്റി ആയാലും റിലീജിയസ് ഡൈവേഴ്സിറ്റി ആയാലും അങ്ങനെ ഓരോന്ന് പറയുന്നുണ്ട്. ആദ്യമായിട്ട് നമ്മൾ റേഷ്യൽ ഡൈവേഴ്സിറ്റിയാണ് നോക്കാൻ പോകുന്നത്. അതായത് റേഷ്യൽ ഡൈവേഴ്സിറ്റി, വംശീയപരമായിട്ടുള്ള വൈവിധ്യങ്ങൾ തന്നെയാണ് ആദ്യമായിട്ട് പറയാൻ പോകുന്നത്. ഇന്ത്യൻ സമൂഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വ്യത്യസ്തപരമായിട്ടുള്ള വംശീയപരമായിട്ട് നമ്മൾ വ്യത്യസ്തമായി ഉള്ള ആളുകളായിരിക്കും. ഇനി A.W. ഗ്രീൻ എന്നവർ പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ റേസ് ഈസ് എ ലാർജ് ബയോളജിക്കൽ ഹ്യൂമൻ ഗ്രൂപ്പിംഗ് വിത്ത് എ നമ്പർ ഓഫ് ഡിസ്റ്റിങ്ക്റ്റീവ് ഇൻഹെറിറ്റഡ് ക്യാരക്ടറിസ്റ്റിക്സ് വിച്ച് വേരി വിത്തിൻ എ സെർട്ടൺ റേഞ്ച്. മനുഷ്യന് അവൻ്റെ ജനിതകപരമായി കൊണ്ട് അവരെ പല ഗ്രൂപ്പുകളും മറ്റുമൊക്കെ ആക്കിക്കൊണ്ട് അതിനെ ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള പ്രത്യേകപരമായിട്ടുള്ള കാര്യങ്ങളും മറ്റുമൊക്കെ ഉണ്ടാവുന്നതാണ് അദ്ദേഹം അതിനെ വിശദീകരിച്ചിട്ടുള്ളത്. ഇനി
നമ്മൾ റിസ്ലീസ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഇന്ത്യൻ പോപ്പുലേഷനെ ഹെർബർട്ട് റിസ്ലി എന്ന ആൾ ക്ലാസിഫൈ ചെയ്താണ് പറയുന്നത്. അത് വെച്ചാൽ തുർക്കോ ഇറാനിയൻ, ഇന്തോ ആര്യൻ, സിക്തോ ദ്രാവിഡിയൻ, ആര്യോ ദ്രാവിഡിയൻ, പിന്നെ അതുപോലെ തന്നെ മംഗ്ലോ ദ്രാവിഡിയൻ, മാംഗ്ലോയിഡ് ദ്രാവിഡിയൻ, ഇങ്ങനെയുള്ള 7ഓളം വിഭാഗങ്ങളായിട്ടാണ് ഇദ്ദേഹം തരംതിരിച്ചിട്ടുള്ളത്. ഇതിനെ നമുക്ക് ഈ 7 എണ്ണത്തിന് ഏകദേശം 3 ടൈപ്പാക്കിയാണ്ട് മാറ്റാൻ പറ്റും. ഒരു 3 ബേസിക് കാര്യത്തിൻ്റെ കയ്യിൽ ഈ 7 എണ്ണം ആയിട്ട് കൊണ്ടുവരാൻ പറ്റും. അതിന് ദ്രാവിഡിയന്, മംഗ്ലോയിഡ്, പിന്നെ അതുപോലെ തന്നെ ഇന്തോ ആര്യൻ എന്നാണ് അത്. ഈ തുർക്കോ ഇറാനിയൻ എന്നുള്ളത് വെച്ച് കഴിഞ്ഞാൽ ആദ്യമായിട്ട് കണ്ടുവരുന്നത് ബലൂചിസ്ഥാനിലും അഫ്ഗാനിലും ഒക്കെയാണ് ഇവരെ കണ്ടുവരുന്നത്. ഇവരെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല നീളമുള്ള ആളുകളായിരുന്നു. പിന്നെ അടുത്ത ഇന്തോ ആര്യനാണ്. ഇന്തോ ആര്യൻ എന്നുള്ളത് വെച്ച് കഴിഞ്ഞാൽ അവർ പഞ്ചാബിലെ രാജസ്ഥാൻ, കാശ്മീർ ഇവിടെയുള്ള രജ്പൂത്ത്, ഖാത്രി, ജാട്ട് ഈ കാസ്റ്റിലുള്ളവരായിരുന്നു ഇന്തോ ആര്യൻസ്. അവർക്ക് ലോങ് നോസസും ഹെഡ്സും ആണ് ഉണ്ടായിരുന്നത്. വലിയ തലയും മൂക്കൊക്കെ ഉള്ള ആളുകളാണ്. അടുത്താണ് സിക്തോ ദ്രാവിഡിയൻ. അവരെന്ന് വെച്ച് കഴിഞ്ഞാൽ സൗരാഷ്ട്ര, കൂർഗ് അതുപോലെയുള്ള മധ്യപ്രദേശിലെ വലിയ മലമ്പ്രദേശങ്ങളിലൊക്കെ ജീവിക്കുന്ന ആളുകളാണ്. ഓക്കെ, ഇനി അടുത്തത് ആര്യ ദ്രാവിഡിയനാണ്. ആര്യ ദ്രാവിഡിയൻ എന്നുള്ളത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉത്തർപ്രദേശിലും ബീഹാറിലൊക്കെയാണ് ഇവരെ കാര്യമായിട്ട് കണ്ടുവരുന്നത്. ദ്രാവിഡിയൻ എലമെൻറ്റുകൾ നമ്മൾ സാധാരണയായി കണ്ടുവരുന്നത് ഹരിജനങ്ങളിലും പിന്നെ അതുപോലെ തന്നെ നമ്മളെ താഴ്ന്ന ജാതിക്കാരയിലാണ് ഉണ്ടാവുക. എന്നാൽ ആര്യൻ എലമെൻ്റ് ഉണ്ടാവുക വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ബ്രാഹ്മണരിലും അതുപോലെ തന്നെ വലിയ ഉയർന്ന ജാതിക്കാരിലുമാണ് ഉണ്ടാവുക. ഇനി അടുത്താണ് മംഗ്ലോ ദ്രാവിഡിയൻ എന്നുള്ളത്. അത് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ബ്രാഹ്മണനും കായസ്ഥാസും, ഒറീസയിലെ കായസ്ഥാസും ബംഗാളിലെ ഒക്കെയുള്ള ആളുകളിലാണ് ഇവർ കണ്ടുവരുന്നത്, മാംഗ്ലോ ദ്രാവിഡിയൻ. ഇനി അടുത്ത് മാംഗ്ലോയിഡാണ്. അത് വെച്ച് കഴിഞ്ഞാൽ നോർത്ത് ഈസ്റ്റിലും പിന്നെ അതുപോലെ ആസാം ഭാഗങ്ങളിലാണ് മാംഗ്ലോയിഡിനെ കണ്ടുവരുന്നത്. അടുത്തത് ദ്രാവിഡിയൻ, അതായത് സദേൺ ഇന്ത്യയിലും പിന്നെ മധ്യപ്രദേശ് ഈ ഭാഗങ്ങളിലാണ് ദ്രാവിഡിയൻസിനെ കണ്ടുവരുന്നത്. ഇനി DN മജുംദാർ എന്നുള്ളവർ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ആര്യനും ദ്രാവിഡിയനും എന്നുള്ളത് എന്താണ്, വംശീയപരമായിട്ട് നമ്മളതിനെ ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്നതിനെക്കാട്ടിലും നല്ലത് അതെന്താണ് ഭാഷാപരമായിട്ടുള്ള വൈവിധ്യങ്ങളാണ് അവർക്കിടയിലുള്ളതെന്നാണ് പറഞ്ഞത്. ഇനി അടുത്തൊരു ക്ലാസിഫിക്കേഷനാണ് ഡോക്ടർ BS ഗുഹയുടേത്. അദ്ദേഹം പറഞ്ഞത് വെച്ച് കഴിഞ്ഞാൽ അത് ഏകദേശം 6ഓളം വിഭാഗങ്ങളാക്കുന്നുണ്ട്. അതിൽപ്പെട്ട ആദ്യത്തെയാണ് നെഗ്രിറ്റോ എന്നുള്ളത്. നെഗ്രിറ്റോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും അന്തമാൻ ദ്വീപുകളിൽ കണ്ടുവരുന്നൊരു വിഭാഗങ്ങളാണെന്ന് പറഞ്ഞത്. പിന്നെ നമ്മളെ ഇന്ത്യൻ ട്രൈബുകളിൽപ്പെട്ട കാടർ അതുപോലെ നാഗ ഇവരിലൊക്കെ ഇപ്പോൾ ഈ നെഗ്രിറ്റോകളുടെ ആ ഒരു രക്തവും കാര്യങ്ങളൊക്കെ ഇപ്പോഴും കണ്ടുവരുന്നുണ്ട് എന്ന് പറഞ്ഞു. അതായത് ജനറ്റിക്കലി അവരിൽ നിന്ന് പെട്ടാണ് പറഞ്ഞു വരുന്നത്. ഓക്കെ, ഈ നെഗ്രിറ്റോകളാണ് ഇന്ത്യയിലെ ആദ്യ ഇൻഹാബിറ്റൻസ്. ആദ്യമായിട്ട് ഇവിടെ വസിക്കാൻ വന്നവർ നെഗ്രിറ്റോസാണ് എന്ന് പറഞ്ഞിരുന്നത്. പിന്നെ അവരെ പ്രോട്ടോ ഓസ്ട്രലോയിഡ്സിൽ അവരെ ഇവിടുന്ന് തുരുത്തിയാണെന്ന് പറഞ്ഞു. അടുത്താണ് പ്രോട്ടോ ഓസ്ട്രലോയിഡ്, അതായത് പ്രീ ദ്രാവിഡിയൻ റേസ് എന്നും ഇത് അറിയപ്പെടുന്നുണ്ട്. ഇതിൽ പ്രധാനമായിട്ട് നമ്മൾ പറയാനുള്ളത് ഇന്ത്യയിലുള്ള ട്രൈബൽ ഗ്രൂപ്പുകളാണ്, അതായത് ഗോത്ര വിഭാഗങ്ങളാണ് ഇതിലുണ്ടാവുക. അടുത്താണ് മാംഗ്ലോയിഡുകൾ. മാംഗ്ലോയിഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നോർത്ത് വെസ്റ്റ് ചൈനയിൽ നിന്നും അതുപോലെ തന്നെ നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിൽ നിന്നാണ് ഇവർ പ്രധാനമായിട്ട് വരുന്നത്. ഈ മാംഗ്ലോയിഡ് തന്നെ 2 വിഭാഗമുണ്ട്, പലായോ മാംഗ്ലോയിഡും ഉണ്ട്, ടിബറ്റോ മാംഗ്ലോയിഡും ഉണ്ട്. അതിൽ ആദ്യത്തെ പലായോ മാംഗ്ലോയിഡ് തന്നെ 2 വിഭാഗമായിട്ട് സബ് ടൈപ്പുകളായി മാറുന്നുണ്ട്. അതായത് ബ്രോഡ് ഹെഡഡ് ടൈപ്പും ഉണ്ട്, ലോങ് ഹെഡഡ് ടൈപ്പും ഉണ്ടാവും. ഓക്കെ, പിന്നെ അടുത്താണ് അതിലാണ് ടിബറ്റോ മാംഗ്ലോയിഡ്, അതായത് ഇവർ പ്രധാനമായിട്ട് സിക്കിം, ഭൂട്ടാൻ അവിടങ്ങളിലാണ് ഉണ്ടാവുക. ഇനി അടുത്താണ് മെഡിറ്ററേനിയൻ എന്നുള്ള ഒരു വിഭാഗം. ഈ വിഭാഗം ആണ് ഇന്ത്യയിൽ പ്രധാനമായിട്ട് ആദ്യം കാലം തന്നെ പ്രധാനമായിട്ട് ഉണ്ടായിരുന്നതെന്ന് പറഞ്ഞത്. പക്ഷേ ഇന്നിപ്പോൾ സൗത്ത് ഭാഗങ്ങളിൽ ഈ ദ്രാവിഡ ഭാഷ സംസാരിക്കുന്നവരിൽ മാത്രമാണ് മെഡിറ്ററേനിയൻസ് ഉണ്ടാവുന്നതെന്ന് പറഞ്ഞു.
അതിന് 3 വിഭാഗങ്ങളുണ്ട്. പലാവ് മെഡിറ്ററേനിയൻ, പിന്നെ മെഡിറ്ററേനിയൻ, പിന്നെ അതുപോലെ തന്നെ ഓറിയൻ്റൽ. ഓക്കെ, ഇനി അടുത്ത് വെസ്റ്റേൺ ബ്രാക്കിയോസെഫാൽസ് എന്നുള്ളതാണ്. ഇവരെന്ന് വെച്ച് കഴിഞ്ഞാൽ വെസ്റ്റേൺ ഭാഗത്തു നിന്ന് ഇന്ത്യയിലേക്ക് വന്ന ടീംസാണ്. അതിന് 3 വിഭാഗങ്ങളുണ്ട്: ആൽപ്പിനോയിഡ്, ഡിനാരിക്, ആർമിനോയിഡ്. ഓക്കെ, ആൽപ്പിനോയിഡുകൾ സൗരാഷ്ട്രയിലും ഡിനാരിക്കുകൾ നമ്മുടെ ഒറീസയിലും, പിന്നെ ആർമിനോയിഡുകളാണ് നമ്മളെ മുംബൈയിലുള്ള പാർസികളും എന്നൊക്കെ പറഞ്ഞു തരുന്നത്. ഇനി അടുത്താണ് നോർഡിക്. നോർഡിക് എന്നുള്ളതുകൊണ്ട് അർത്ഥമാക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ നോർത്ത് ഭാഗത്തു നിന്ന് വന്ന ടീമുകളാണ്, റേഷ്യൽ ടീമുകളാണ്. ഓക്കെ, ഇനി അടുത്തൊരു ക്ലാസിഫിക്കേഷൻ വരുന്നത് ഹഡ്ഡൺസ്. AC ഹഡ്ഡൺ അദ്ദേഹം ഇതുപോലെ 5 വിഭാഗങ്ങളായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അത് പെട്ടാണ് പ്രീ ദ്രാവിഡിയന്, ദ്രാവിഡിയന്, ഇന്തോ ആര്യന്, ഇന്തോ ആൽപൈന്, പിന്നെ അതുപോലെ തന്നെ മാംഗ്ലോയിന്. അതുപോലെ തന്നെ ഹട്ടനും ഇതുപോലെ നമ്മൾ എന്തായിട്ടുണ്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമ്മൾ ഡൈവേഴ്സിറ്റിയാണ് ലിംഗ്വിസ്റ്റിക് ഡൈവേഴ്സിറ്റി. അതായത് നമ്മൾ പറഞ്ഞു ഇന്ത്യയിൽ ഒരുപാട് വൈവിധ്യങ്ങളും മറ്റൊക്കെ ഉണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ഭാഷാപരമായിട്ടുള്ള വൈവിധ്യമാണ് ഇനി പറയാൻ പോകുന്നത്. അതിൽ ആദ്യമായിട്ട് തന്നെ ഒരു ലാംഗ്വേജ് പറഞ്ഞാൽ, ഒരു ഭാഷ പറഞ്ഞാൽ എന്താണെന്നുള്ളത് ഇന്ത്യ ഗസറ്റിൽ വന്നൊരു ഡെഫിനിഷനാണ് അതിൽ ആദ്യമായിട്ട് മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇനി ഗ്രീഡ്സൺ എന്നുള്ള ആൾ ലിംഗ്വിസ്റ്റിക് സർവേ ഓഫ് ഇന്ത്യ എന്നുള്ള പുസ്തകം രചിച്ചപ്പോൾ അദ്ദേഹം കണ്ടെത്തിയിട്ടുള്ള ഏകദേശം 179 ഭാഷകളും 544 ഡയലക്ട്സും ഈ ഇന്ത്യയിലുണ്ട് എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷെ അത് അത്ര ഒതൻറ്റിക് അല്ല എന്നാണ്. എന്നാൽ 1961 സെൻസസ് പ്രകാരം ഏകദേശം 1652 ഭാഷകളും ഡയലക്ട്സുകളും ഇന്ത്യയിലുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കണക്കാക്കുന്ന ഗവൺമെൻറ്റിൻ്റെ ഒരു അനുമാനപ്രകാരം ഏകദേശം 2000 ഭാഷകളും ലിപികളും ഇവിടെ ഉണ്ട് എന്നാണ്. ഇനി ഈ വിഭാഗങ്ങളെ ഈ ലിംഗ്വിസ്റ്റിക് ആയിട്ട് തന്നെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുകയാണ്: ഇന്തോ ആര്യൻ ലിംഗ്വിസ്റ്റിക് ഫാമിലി, ദ്രാവിഡിയൻ ലിംഗ്വിസ്റ്റിക് ഫാമിലി, ഓസ്ട്രിക് ലിംഗ്വിസ്റ്റിക് ഫാമിലി, അതുപോലെ തന്നെ സിനോ ടിബറ്റൻ ലിംഗ്വിസ്റ്റിക് ഫാമിലി എന്നുള്ളത്. ഇതിൽ ആസാമീസ്, ബംഗാളി, ഗുജറാത്തി ഇതുപോലെയുള്ള ഭാഷകൾ സംസാരിക്കുന്നവരൊക്കെ ഇന്തോ ആര്യൻ ലിംഗ്വിസ്റ്റിക് ഫാമിലിയിലും, പിന്നെ അതുപോലെ കന്നഡ ഈ സദേൺ പാർട്ടിൽ സംസാരിക്കുന്ന ഭാഷകളിൽ വരുന്നവരൊക്കെ ദ്രാവിഡൻ ലാംഗ്വേജിലൊക്കെയാണ് കണക്കാക്കുന്നത്. എന്നാൽ ഇന്ത്യൻ ഭരണഘടന 18ാം ഷെഡ്യൂൾ പ്രകാരം 18 ഭാഷകളെ എന്തായിട്ടുണ്ട് ഇന്ത്യയിൽ ഔദ്യോഗിക ഭാഷകളായിട്ട് തിരഞ്ഞെടുത്തിട്ടുണ്ട്. എന്നാലിപ്പോൾ അത് ഏകദേശം 22 അതിനെ ഉയർത്തിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ദേവനാഗരി ലിപിയിൽ എഴുതിയിട്ടുള്ള ഹിന്ദിയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഔദ്യോഗിക ഭാഷ. അതിനോടുകൂടെ സബോർഡിനേറ്റ് അസോസിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇംഗ്ലീഷും ഉപയോഗിച്ച് വരുന്നു. ഇനി അടുത്താണ് റിലീജിയസ് ഡൈവേഴ്സിറ്റി. മതപരമായിട്ടുള്ള വൈവിധ്യങ്ങളാണ് ഇനി അടുത്ത് നമുക്ക് പറയാനുള്ളത്. 1931 കണക്ക് പ്രകാരം എന്തായിരിക്കും? 1931 സെൻസസ് പ്രകാരം ഇന്ത്യയിൽ ഏകദേശം 10ഓളം പ്രധാന മതവിഭാഗങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ 1961 സെൻസസ് പ്രകാരം അത് ഏകദേശം 7 ഉള്ളൂ എന്നാണ് പറഞ്ഞിരുന്നത്. അതിൽ പ്രധാനമായിട്ടുള്ളതാണ് ഹിന്ദുസം, ഇസ്ലാം, ക്രിസ്ത്യാനിറ്റി, സിഖിസം, ബുദ്ധിസം, ജൈനിസം, ജൂതായിസം, സൊറാസ്ട്രിയനിസം, പിന്നെ അനിമിസം എന്നുള്ളത്. ഇനി ഹിന്ദുസാണ് ഇന്ത്യയിലെ പ്രധാനമായിട്ടുള്ള മതം എന്ന് പറയുന്നത്. ഏകദേശം 79% ജനസംഖ്യയുടെ 79% ആളുകളും ഹിന്ദു മതവിശ്വാസികളാണ്. പിന്നെ അതുപോലെ തന്നെ അതിന് തൊട്ട് പുറകിലായിട്ടാണ് ഇസ്ലാം എന്നുള്ളത്. ഇസ്ലാം മതം ഏകദേശം ഇന്ത്യൻ പോപ്പുലേഷൻ്റെ 14% ഇസ്ലാമാണെന്ന് പറഞ്ഞിരുന്നത്. പിന്നെ ഹിന്ദുയിസത്തിന് ഒരുപാട് സെക്ടറുകളുണ്ട്. ശൈവ, ശക്ത, ആര്യ സമാജ്, ബ്രഹ്മ സമാജ്, കബർപന്തി, വൈഷ്ണവ, ഇത്തരം ഒരുപാട് സെക്ടറുകളുണ്ട്. ഇസ്ലാം മതത്തിന് 2 സെക്ടറുകളാണ് ഉള്ളത്: ഷിയ, സുന്നി എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ ക്രിസ്ത്യാനിറ്റിക്കും 2 സെക്ടറുകളുണ്ട്: പ്രൊട്ടസ്റ്റൻസും പിന്നെ അത് കാത്തലിക്സും. പിന്നെ അതുപോലെ ബുദ്ധിസത്തിന് 2 സെക്ടർ വരുന്നുണ്ട്: ഹിനായന അതുപോലെ മഹായാന. ജൈനിസത്തിനും 2 സെക്ടർ: ദിഗംബര, ശ്വേതംബര എന്നുള്ളതാണ്. ഇനി അടുത്ത ജിയോഗ്രഫിക്കൽ
ഡൈവേഴ്സിറ്റിയാണ്. ഭൗമാന്തരീക്ഷപരമായിട്ടുള്ള വൈവിധ്യങ്ങളും കാര്യങ്ങളാണ് പറഞ്ഞിരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു ഏകദേശം 32 ലക്ഷം സ്ക്വയർ കിലോമീറ്ററിലേറെ വരുന്നതാണ് നമ്മുടെ ഇന്ത്യ മഹാരാജ്യം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഓരോ സ്ഥലത്തും പല വിധത്തിലുള്ള വൈവിധ്യങ്ങളും മറ്റൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ഇന്ത്യയുടെ ഒരു ഭാഗം മലയും ബാക്കി 3 ഭാഗങ്ങൾ ഏകദേശം കടലിനോട് അടുത്ത് കിടക്കുന്നതുകൊണ്ട് തന്നെ ഒരു സബ് കോണ്ടിനെൻ്റായിട്ടാണ് നമ്മളെ ഇന്ത്യ കിടക്കുന്നത്. പിന്നെ ഓരോ സ്ഥലങ്ങളിലുള്ള കാലാവസ്ഥ വ്യതിയാനങ്ങളും മറ്റൊക്കെ നമ്മുടെ ഈ ഇതിൽ ജിയോഗ്രഫിക്കൽ ഡൈവേഴ്സിറ്റിയിൽ ഉൾക്കൊള്ളുന്നുണ്ട്. ഇനി അടുത്താണ് കാസ്റ്റ് ഡൈവേഴ്സിറ്റി എന്നുള്ളത്. അതായത് ജാതിപരമായിട്ടുള്ള വൈവിധ്യങ്ങളാണ് പറഞ്ഞത്. ഇന്ത്യയിൽ ആദ്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ വർണ്ണവ്യവസ്ഥ എന്നുള്ള വരുന്നതിൻ്റെ മുമ്പ് ഇന്ത്യയിൽ ഒരു കാസ്റ്റ് ഡൈവേഴ്സിറ്റി ഉണ്ടായിരുന്നില്ല. പിന്നെ ഏകദേശം ഇപ്പോൾ ഇന്ത്യയിൽ 2000-ഓളം ജാതികൾ കാസ്റ്റുകളുണ്ട് എന്നാണ് പറഞ്ഞിരുന്നത്. ഇനി അടുത്ത് റേഷ്യൽ കമ്പോസിഷൻ ഓഫ് ഇന്ത്യൻ സൊസൈറ്റിയാണ്. അതായത് വംശീയപരമായിട്ടുള്ള ഇന്ത്യൻ സമൂഹത്തിൻ്റെ ഘടനയാണ് പറഞ്ഞത്. 2011 സെൻസസ് പ്രകാരം 121 കോടി ജനങ്ങൾ ഇന്ത്യയിലുണ്ടെന്നാണ് പറഞ്ഞിരുന്നത്. ഓക്കെ. പിന്നെ ഈ റേഷ്യൽ കമ്പോസിഷൻ ഓഫ് ദ പോപ്പുലേഷൻ ഒരു ജനസംഖ്യയുടെ വംശീയപരമായിട്ടുള്ള ഘടനയെ പറ്റിയിട്ട് ഒരുപാട് ആളുകൾ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് അവിടെ പറയുന്നത്. എല്ലാവരും ഒന്ന് ജസ്റ്റ് വായിച്ചാൽ മതി. ഇനി അടുത്താണ് റിലീജിയസ് കമ്പോസിഷൻ ഓഫ് ദ ഇന്ത്യൻ സൊസൈറ്റി. ഇന്ത്യൻ സമൂഹത്തിന് മതപരമായിട്ടുള്ള ഘടനകളും കാര്യങ്ങളാണ് അടുത്ത് പറയാനുള്ളത്. നമ്മളെ ഇന്ത്യയിൽ ഒരുപാട് മതപരമായിട്ടുള്ള ഘടനകളിലാണ് പലതും സംഭവിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഏകദേശം നമ്മളെ ടു നേഷൻ തിയറി, അതായത് ദ്വിരാഷ്ട്ര സിദ്ധാന്തമൊക്കെ വരുന്നത് ഇതുമൂലമാണെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് നമ്മളെ 1947 ഇന്ത്യ പാക് വിഭജനമൊക്കെ മതപരമായിട്ടുള്ളൊരു വൈവിധ്യങ്ങളുടെ പേരിലാണ് ഉണ്ടായിട്ടുള്ളതെന്ന് പറഞ്ഞത്. ഇനി ഓരോ മതവിഭാഗങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത്. ആദ്യമായിട്ട് ഹിന്ദുസാണ്. 1961 സെൻസസ് പ്രകാരം 84% ഇന്ത്യൻ ജനങ്ങളിലും ഹിന്ദുസാണ്. അതുപോലെ തന്നെ ഓരോ ഹിന്ദുവും അതുപോലെ വിശ്വസിക്കുന്ന കാര്യങ്ങളാണ് അതിൽ അടുത്തായിട്ട് അണ്ടർലൈൻ ചെയ്തിട്ടുള്ളത്. ഹിന്ദുമതം എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞു ഒരുപാട് സെക്ടറിലൂടെ ഉണ്ടാക്കിയാണ്. അതുപോലെയാണ് ലിംഗായത്ത്, അതുപോലെ സത്നമി, ബ്രഹ്മ സമാജ്, ആര്യ സമാജ്, വൈഷ്ണവി അങ്ങനെയുള്ള ഒരുപാട് സെക്ടറുകൾ ഉണ്ടാക്കിയാണ് ഹിന്ദുമതം എന്നുള്ളതാണ് പറഞ്ഞിരുന്നത്. ഇനി അടുത്താണ് ഇസ്ലാം എന്നുള്ളത്. ഇസ്ലാം മതം വരുന്നത് മുസ്ലിം മതവിശ്വാസികളിലാണ് വരുന്നത്. ഏകദേശം അറേബ്യയിൽ നിന്നാണ് ഇതുണ്ടാകുന്നത്. ഏകദേശം 12-ാം നൂറ്റാണ്ടിലാണ് ഇത് ഇന്ത്യയിൽ വരുന്നത്. ഈ മുസ്ലിംസ് ഇവിടെ ഇന്ത്യയിൽ ഉണ്ടാവുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ബുദ്ധിസം ഹിന്ദുസത്തിൽ നിന്നും പലരും കൺവേർട്ട് ചെയ്തുകൊണ്ടാണ് മുസ്ലിംസ് ഇവിടെ ക്രമേണ വർദ്ധിക്കാൻ തുടങ്ങിയെന്ന് പറയുന്നത്. അപ്പോൾ ഏകദേശം 1941 വിഭജനത്തിന് മുമ്പ് ഏകദേശം 24% ഇന്ത്യയുടെ പോപ്പുലേഷനിലുള്ള 24% ആളുകളും മുസ്ലിംസ് ആയിരുന്നു. എന്നാൽ 1961 സെൻസസ് പ്രകാരം വിഭജന ശേഷമുള്ള ഇന്ത്യയിൽ 10% മുസ്ലിംസാണ് ഉള്ളത് എന്നാണ് പറഞ്ഞത്. പിന്നെ പ്രധാനമായിട്ട് 2 സെക്ടറുകളാണ് ഇസ്ലാമിനുള്ളത്, സുന്നി മുസ്ലിംസും ഷിയ മുസ്ലിംസും എന്നുള്ളതാണ്. ഇനി അടുത്താണ് ക്രിസ്ത്യാനിറ്റി എന്നുള്ളത്. ഏകദേശം ഇന്ത്യൻ ജനസംഖ്യയുടെ 2% മാത്രമാണ് ക്രിസ്ത്യാനിറ്റി ഉള്ളത്. ഇത് പ്രധാനമായിട്ട് കേരളത്തിലാണ് ഇവരുള്ളത്. ഇവർ പ്രധാനമായിട്ടും 3 വിഭാഗങ്ങളാണ്: റോമോ സിറിയൻസ്, റോമോ കാത്തലിക്സ്, പിന്നെ അതുപോലെ തന്നെ പ്രൊട്ടസ്റ്റൻസ് എന്നുള്ളത്. ഇനി അടുത്തൊരു മതവിഭാഗമാണ് സിക്കിസം എന്നുള്ളത്. അതുണ്ടാക്കുന്നത് 16-ാം നൂറ്റാണ്ടിൽ നമ്മുടെ ഗുരുനാനാക്കാണ് സിക്കിസം ഉണ്ടാക്കുന്നത്. ഇവർ എന്നുള്ളത് നമ്മളെ വൈഷ്ണവ സെക്ടറിൽ പെട്ടതായിരുന്നു. നമ്മുടെ ഹിന്ദുക്കളുടെ ആദ്യം ഉണ്ടായിരുന്ന സെക്ടറായിരുന്നു വൈഷ്ണവ സെക്ടർ എന്നുള്ളത്. ഇവർ വൈഷ്ണവ സെക്ടറിൽ പെട്ട ഒരു ഇതാണ്. പിന്നെ ഒരുപാട് കാര്യങ്ങൾക്ക് ഇവർക്ക് ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. അതായത് വിഗ്രഹാരാധന, അതുപോലെ ഹിന്ദുക്കളുടെ
ആരാധനാലയങ്ങൾ പ്രവേശിക്കുക, അതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവർ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ ഇവരെ ഫണ്ടമെൻ്റലായിട്ട് നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒരു 5 കെകൾ പറയുന്നുണ്ട്. അതായത് കേശ്, അതായത് നമ്മൾ മുടി വെട്ടാൻ പറ്റില്ല, പിന്നെ കങ്ക, കച്ച, പിന്നെ കര, അതായത് കയ്യിൽ ഒരു ഇരുമ്പിൻ്റെ ഒരു വള ധരിക്കണം. പിന്നെ അതുപോലെ കൃപ്പാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ആയുധം എന്തായിരിക്കും, അവരുടെ അരയിൽ എപ്പോഴും ഉണ്ടാവുമല്ലോ ഒരു ആയുധം, അതാണ് കൃപ്പാണെന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏകദേശം 2% താഴെയായിട്ടാണ് ഇവരെ കണക്കാക്കുന്നത് ഇന്ത്യൻ പോപ്പുലേഷൻ്റെ. അതിൽ തന്നെ പ്രധാന പങ്കുള്ളത് പഞ്ചാബിലാണ് ഇവർ ജീവിക്കുന്നത്. ഇനി അടുത്ത ഒരു മതമാണ് ബുദ്ധിസം എന്നുള്ളത്. ഗൗതമ ബുദ്ധയാണ് ഇതിൻ്റെ ഫൗണ്ടറായിട്ട് അറിയപ്പെടുന്നത്. അദ്ദേഹം ഇത് BC 6-ാം നൂറ്റാണ്ടിലാണ് ഇത് വരുന്നത്. ഇത് ഏകദേശം റോയൽറ്റി കിട്ടിയൊരു മതവിഭാഗമാണ് എന്നുള്ളതാണ്. കാരണം അശോക ദ ഗ്രേറ്റ് എന്നുള്ളവർ ഈ ബുദ്ധിസ്റ്റ് ആശയക്കാരനായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപാട് വ്യാപനം ഇതിന് ലഭിച്ചിട്ടുണ്ട്. പിന്നെ 2 ബുദ്ധ സെക്ടറിൽപ്പെട്ട 2 പ്രധാനപ്പെട്ട രണ്ടെണ്ണമാണ് ഹിനായന, പിന്നെ അതുപോലെ തന്നെ മഹായാന എന്നുള്ളത്. പിന്നെ ഏകദേശം ഇന്ത്യൻ പോപ്പുലേഷൻ്റെ 1% താഴെയുള്ളൂ ഇവരെന്നാണ് പറഞ്ഞിരുന്നത്. ഇനി അടുത്താണ് ജൈനിസം എന്നുള്ളത്. ഇത് ഏകദേശം BC 6-ാം നൂറ്റാണ്ടിലാണ് ഉണ്ടാകുന്നത്. മഹാവീരനാണ് ഇത് ഉണ്ടാകുന്നത്, ജൈനിസം ഉണ്ടാക്കുന്നത്. ഇവർ ഏകദേശം ഹിന്ദുസിനെ പോലെ തന്നെയാണ് ആശയങ്ങളിലൊക്കെ മറ്റു വരുന്നത്. പിന്നെ പശുവിനെയാണ് ആരാധിക്കുന്നത്. ഏകദേശം 0.45% മാത്രമാണ് ഇന്ത്യൻ ജനസംഖ്യയിൽ 0.45% മാത്രമാണ് ജൈനിസം ഉള്ളത്. അവർ പ്രധാനമായിട്ടും ദിഗംബര, ശ്വേതംബര, ദുന്ധ്യാസ് എന്നുള്ള പേരിലാണ് സെക്ടറുകളാണ് ഇവർക്ക് പ്രധാനമായിട്ടുള്ളത്. ഇനി അടുത്താണ് സൊറാട്രിയനിസം എന്നുള്ളത്. സൊറാട്രിയനിസം എന്നുള്ളത് AD 7-ാം നൂറ്റാണ്ടിൽ സറാത്തുസ്ട്ര എന്നുള്ള പേർഷ്യയിൽ നിന്നുള്ളൊരു വ്യക്തി വന്നുണ്ടാക്കിയാണ് ഇന്ത്യയിൽ സൊറാട്രിയനിസം എന്നുള്ളത്. അതായത് പാഴ്സി മതം എന്നുള്ളത്. ഇവർ തീനെയാണ് ആരാധിക്കാറുള്ളത്. പിന്നെ ഇവർ മരണപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളെ വൾച്ചേഴ്സ്, കഴുകന്മാർക്ക് കഴിക്കാൻ കൊടുക്കലാണ് ഉണ്ടാവല്. പിന്നെ ഇന്ത്യയിൽ ഏകദേശം വെറും 100,000-ത്തോളം വരുന്ന ആളുകൾ മാത്രമാണ് പാഴ്സി മതക്കാരുള്ളത്. പിന്നെ പ്രധാനമായിട്ട് വരുന്നത് മുംബൈയിലാണുള്ളത്. പിന്നെ ഇന്ത്യൻ സാമ്പത്തിക വ്യവസ്ഥയിൽ പ്രധാന പങ്കുള്ളത് ഇന്ന് പാഴ്സികളുടെ കയ്യിലാണെന്നാണ് പറഞ്ഞിരുന്നത്. നമ്മുടെ രത്തൻ ടാറ്റയൊക്കെ ഒരു പാഴ്സി മത വിശ്വാസിയായിരുന്നു. ഇനി അടുത്തൊരു വിഭാഗമാണ് അനിമിസം എന്നുള്ളത്. അനിമിസം എന്നുള്ളത് ഇന്ത്യയിൽ ഏകദേശം 25 മില്യണോളം ആളുകൾ സ്വീകരിച്ചിരുന്ന ഒരു മതവിഭാഗമാണെന്നുള്ളത്. ഇത് പ്രധാനമായിട്ട് ഒരു പുരാതന മതരീതിയാണ് അനിമിസം എന്നുള്ളത്. ഇവർ അതുപോലെ പാറ, മരങ്ങൾ, അതുപോലെയുള്ള വസ്തുക്കളൊക്കെ ആരാധിച്ചു വരുന്ന ഒരു വിഭാഗങ്ങളാണ് അനിമിസം എന്നുള്ളത്. ഇനി അടുത്താണ് എത്നിക് കമ്പോസിഷൻ ഓഫ് ഇന്ത്യൻ സൊസൈറ്റി. വംശീയപരമായിട്ടുള്ള ഘടനകളാണ് ഇന്ത്യൻ സമൂഹത്തിലെ വംശീയപരമായിട്ടുള്ള ഘടനകളും കാര്യങ്ങളാണ് പറഞ്ഞു വരുന്നത്. അതിൽ ജനറലായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യണം. ആദ്യമായിട്ട് വരുന്നതാണ് നിഗോരിത്വം എന്നുള്ളത്. നിഗോരിത്വം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്മാൾ ബ്ലാക്ക് പേഴ്സൺ എന്നാണ് സ്പാനിഷിലെ അതിൻ്റെ അർത്ഥം. ചെറിയ കറുത്ത മനുഷ്യൻ എന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. ഈ ആഫ്രിക്കൻ നിഗോരിത്വസാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് വന്നതെന്ന് പറഞ്ഞത്. അവരാണ് ആദ്യത്തെ ട്രൈബുകൾ ഇവിടെ ഉണ്ടായിരുന്നതെന്നാണ് പറഞ്ഞത്. ഇനി അവരുടെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെയാണ് അവിടെ പറയുന്നത്. എല്ലാവരും ഒന്ന് വായിക്കുക. ഇനി അടുത്താണ് പ്രോട്ടോ ആസ്ട്രോലോയിഡുകൾ പറഞ്ഞത്. ഈ പ്രോട്ടോ ആസ്ട്രോലോയിഡിൽ പെട്ടാണ് നമ്മളെ ഈ അടുത്തുള്ള നമുക്ക് ഫെയിമായിട്ടുള്ളതാണ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത്. നമ്മളെ കാടര്, പിന്നെ അതുപോലെ തന്നെ നീലഗിരി ഭാഗത്തുള്ള കുറുമ്പ, ഇരുള വിഭാഗങ്ങൾ, പിന്നെ അതുപോലെ തന്നെ മലബാർ ഏരിയകളിലുള്ള പണിയന്മാർ, പിന്നെ സൗത്ത് ഇന്ത്യയിലുള്ള ഊരാളീസ്, അതൊക്കെ ഈ പ്രോട്ടോ ആസ്ട്രോലോയിഡുകളിൽ പെട്ട വിഭാഗങ്ങളാണ്. ഇനി അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളതാണ് നമ്മളെ ഇതിൻ്റെ ഇടയിലാണ് മാംഗ്ലോയിഡുകളെ പറയുന്നത്. മാംഗ്ലോയിഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ
മാംഗ്ലോയിഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റിഫേഴ്സ് ടു എ ഗ്രൂപ്പ് ഓഫ് ഏഷ്യൻ പീപ്പിൾസിൻ്റെ ഒരു ഗ്രൂപ്പിനാണ് മാംഗ്ലോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ 1785 ക്രിസ്റ്റോഫ് മൈനേഴ്സ് എന്നുള്ള ആളാണ് ഇത് കോയിൻ ചെയ്യുന്നത്. ഇനി മംഗോളിയൻ കമ്മ്യൂണിറ്റി ഇന്ത്യയിൽ വന്നതിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ആദ്യമായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ 1950 മുതൽ തന്നെ ഈ മംഗോളിയൻ ടീമുകൾ ടിബറ്റിൽ വന്ന് പഠിക്കുന്ന വിഭാഗങ്ങളായിരുന്നു അവർ. പിന്നെ 1950 അവിടെയുള്ള കടന്നാക്രമണം, പിന്നെ അതുപോലെ 1959 ടിബറ്റൻ റിബല്യൺ മൂലം ഇന്ത്യയിലേക്ക് ഓടി വരികയും കാലിഫോൺ, വെസ്റ്റ് ബംഗാൾ ഇവിടങ്ങളിലൊക്കെ അവർ വസിക്കാനും തുടങ്ങി എന്നാണ് പറഞ്ഞത്. പിന്നെ ഡയറക്റ്റ് മൈഗ്രേഷനായി വന്നവരുണ്ട്, പലായനം ചെയ്തുകൊണ്ട് അങ്ങനെ നേരിട്ട് നോർത്ത് ഈസ്റ്റ് ഭാഗങ്ങളിലൂടെ ഇന്ത്യയിലേക്ക് കടന്നുകൂടിയവരുണ്ട്. ഇനി ഇവരെ മാംഗ്ലോയിഡുകൾ രണ്ട് വിഭാഗങ്ങളാണ്, പലായ മാംഗ്ലോയിഡും ഉണ്ട്, പിന്നെ അതുപോലെ ടിബറ്റോ മാംഗ്ലോയിഡുകളുണ്ട്. ഓക്കെ, ഇനി അടുത്താണ് ദ്രാവിഡിയൻസ് എന്നുള്ളത്. ദ്രാവിഡ എന്നുള്ളത് വരുന്നത് തമിഴ് ഭാഷയിൽ നിന്നാണ് ദ്രാവിഡ എന്നുള്ളത് വരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ജോഗ്രഫിക്കലി ഭൗമപരമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സൗത്ത് ഭാഗങ്ങളിലുള്ള ആളുകളാണ്. നമ്മൾ സംസ്കൃതത്തിൽ ദ്രാവിഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. പിന്നെ റോബർട്ട് കാൾഡ്വെൽ എന്നുള്ള ആളാണ് ഇംഗ്ലീഷിലേക്ക് ദ്രാവിഡ എന്നുള്ള വേർഡിനെ കോയിൻ ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ഏകദേശം 245 മില്യണോളം ആളുകൾ ദ്രാവിഡ ഭാഷകൾ സംസാരിക്കുന്നവരാണ് എന്ന് പറഞ്ഞിരുന്നത്. ഇനി ദ്രാവിഡിയൻസിൻ്റെ ഒറിജിനെ പറ്റിയിട്ടാണ്, അവരുടെ ഉത്ഭവത്തെ പറ്റിയിട്ടാണ് പറയുന്നത്. ഇവരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറാനിലുള്ള നിയോലിത്തിക് നവീന ശിലായുഗത്തിലുള്ള ഇറാനിൽ നിന്നുള്ള കർഷകരുടെ പിൻഗാമികളും, പിന്നെ അതുപോലെ തന്നെ സൗത്ത് ഏഷ്യയിൽ നിന്നുള്ള പിൻഗാമികളൊക്കെ ആയിട്ടാണ്, പഴയ ആളുകളുടെ പിൻഗാമികളൊക്കെ ആയിട്ടാണ് നരസിംഹ എന്നുള്ള വ്യക്തി ഇവരെ പറ്റി പറഞ്ഞിട്ടുള്ളത്. ഇവരുടെ ഒറിജിനെ പറ്റിയിട്ട് ഒരുപാട് അക്കാഡമിക് ഡിസ്കോഴ്സുകൾ നടക്കുന്നൊരു വിഷയമാണ്. പിന്നെ ഇന്ന് ഇന്ത്യൻ പോപ്പുലേഷൻ്റെ ഏകദേശം 20% ആളുകൾ ഈ ദ്രാവിഡിയൻസ് ആണെന്നാണ് പറഞ്ഞിരുന്നത്. ഇനി അടുത്ത മെഡിറ്ററേനിയനാണ്. 19-20 നൂറ്റാണ്ടുകളിലാണ് ആന്ത്രപ്പോളജിസ്റ്റ്, നരവംശ ശാസ്ത്രജ്ഞന്മാർ ഇതിനെ പറ്റിയിട്ട് വിഭാഗീയമാക്കുന്നത്. പിന്നെ മെഡിറ്ററേനിയൻസ് 3 സബ് ടൈപ്പുകളുണ്ട്. പലായ മെഡിറ്ററേനിയൻ, പിന്നെ അതുപോലെ ഓറിയൻ്റിൽ നിന്നുള്ളതാണ്. അതെല്ലാം അവിടെ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്, എല്ലാവരും നോക്കുക. ഇനി അടുത്താണ് ബ്രാക്കിസിഫാൽസ് എന്നുള്ളത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയുടെ വെസ്റ്റേൺ ഭാഗങ്ങളിലുള്ള ജീവിക്കുന്ന ഒരു വിഭാഗങ്ങളാണ്. അവർക്ക് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ തലകളും മറ്റൊക്കെ ഉണ്ടാവുക. അതിന് 3 വിഭാഗങ്ങളുണ്ട്: ആൽഫിനോയിഡ്, ലിനാരിക്, പിന്നെ അതുപോലെ തന്നെ ആർമിനോയിഡ് എന്നുള്ളതാണ്. ഇനി അടുത്തൊരു വിഭാഗമാണ് നോർഡിക് അല്ലെങ്കിൽ ഇന്തോ ആര്യൻ എന്നുള്ളത്. നോർഡിക് എന്നുള്ളത് ഫ്രഞ്ചിൽ വെച്ച് കഴിഞ്ഞാൽ നോർത്തേൺ എന്നുള്ള ആണ് അതിൻ്റെ അർത്ഥം വരുന്നത്. ജോസഫ് ഡെനിക്കർ എന്നുള്ള ആളാണ് ഇത് കോയിൻ ചെയ്യുന്നത്. ഓക്കെ, ഈ നോർഡിക്കുകൾ വെച്ച് കഴിഞ്ഞാൽ സ്ട്രൈറ്റ്ലി കേർലി ഹെയർ, ചുരുണ്ട മുടികളും, പിന്നെ ചെറിയ കണ്ണുകളും, പിന്നെ ചുവപ്പ് കലർന്നിട്ടുള്ള തൊലി പ്രകൃതി, അതുപോലെയുള്ള ആളുകളൊക്കെ ആയിരിക്കും. ഇനി ഇന്ത്യയിലെ അവർ നോർത്ത് സെൻട്രൽ ഭാഗങ്ങളിലായിട്ടാണ് ഇവരെ പ്രധാനമായിട്ട് കണ്ടുവരുന്നത്. ഇനി അടുത്ത് ഭാഷാപരമായിട്ടുള്ള ഘടനയാണ്. ഇന്ത്യൻ സമൂഹത്തിൻ്റെ ഭാഷാപരമായിട്ടുള്ള ഘടനയാണ് പറഞ്ഞത്. 1951 സെൻസസ് പ്രകാരം 855 വ്യത്യസ്തമായിട്ടുള്ള ഭാഷകളും ഡയലക്ട്സുകളും ഇന്ത്യയിൽ സംസാരിച്ചു വരുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. ജോർജ് ഗ്രീഡ്സൻ്റെ ലിംഗ്വിസ്റ്റിക് സർവേ ഓഫ് ഇന്ത്യ എന്നുള്ള പുസ്തകത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ 875 ഭാഷകൾ ഇന്ത്യയിലുണ്ട്. അതിൽ 80% ഭാഷകൾ എന്താ വെച്ച് കഴിഞ്ഞാൽ വെറും നോർത്ത് ഇന്ത്യയിൽ മാത്രം സംസാരിക്കുന്നതാണ് എന്ന് പറഞ്ഞിരുന്നത്. അതിനെ നമുക്ക് പ്രധാനമായിട്ട് ഈ ഭാഷാ വൈവിധ്യങ്ങളെ 4 തരംതിരിക്കാൻ പറ്റും: ഇന്തോ ആര്യൻ, ദ്രാവിഡിയൻ, ഓസ്റ്റോഡിക് ആൻഡ് സിനോ ടിബറ്റൻ എന്നുള്ളതാണ്. ഇന്തോ ആര്യൻ എന്നുള്ളതിൽ ഹിന്ദിയാണ് പ്രധാന ഭാഷയായിട്ട് ഉണ്ടാവുക. പിന്നെ ഇതിൽ തന്നെ ഏകദേശം 46.3% ആളുകളും, ഇന്ത്യൻ പോപ്പുലേഷൻ്റെ 46.3% ആളുകളും
എന്താണ് ഹിന്ദിയാണ് അവരുടെ ഫസ്റ്റ് ലാംഗ്വേജ് ആയിട്ട് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞിരുന്നത്. ഇനി ഉറുദു ആയിരുന്നു നമ്മളെ മുഗൾ എംപയേഴ്സിൻ്റെ കാലത്ത്, മുഗൾ രാജാക്കന്മാരുടെ കാലത്ത് ഉറുദു ആയിരുന്നു അവരുടെ ഒഫീഷ്യൽ ഭാഷയായിട്ടുണ്ടായിരുന്നത്. അതിൽ ഒരുപാട് വേർഡുകളും കാര്യങ്ങളൊക്കെ പദങ്ങളൊക്കെ പേർഷ്യയിൽ നിന്ന് എടുത്തായിരുന്നു. ഹിന്ദി എന്നുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈസ്റ്റേൺ യു.പിയിൽ ഉത്തർപ്രദേശിൻ്റെ ഈസ്റ്റ് ഭാഗങ്ങളിൽ ഉപയോഗിച്ച് വന്നിരുന്ന ഒരു ഭാഷയാണ്. 19-ാം നൂറ്റാണ്ടിലാണ് ഇതിന് വലിയ സ്വീകാര്യത കിട്ടുന്നത്. ഉറുദുവിനെ പോലെയല്ല, ഹിന്ദി സംസ്കൃതത്തിൽ നിന്നും മറ്റുമാണ് വേർഡുകളെ എടുത്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ സ്ക്രിപ്റ്റ്, എഴുത്തിൻ്റെ ലിപിയായിട്ടുള്ളത് ദേവനാഗരിയാണ്. പിന്നെ ഹിന്ദി ഉറുദുവും പാടെ മിക്സ് ആയിട്ടുള്ളതിനാണ് 1947 വരെ ഹിന്ദുസ്ഥാനി എന്ന് പറഞ്ഞിരുന്നത്. ഇനി അടുത്തൊരു ഭാഷയാണ് പഞ്ചാബി എന്നുള്ളത്. പഞ്ചാബി എന്നുള്ളത് ഭാഷ സിഖുകളാണ് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത്. ഗുരുമുഖിയാണ് ഈ പഞ്ചാബി ഭാഷയുടെ ലിപി എന്നുള്ളത്. ഇനി മറ്റ് ഇന്തോ ആര്യൻ ലാംഗ്വേജുകളാണ് ആസാമീസ്, ബംഗാളി, ഒറിയ, ഗുജറാത്തി, മറാത്തി, പിന്നെ കാശ്മീരി എന്നുള്ളത്. ഓക്കെ. ഇനി അടുത്താണ് ദ്രാവിഡിയൻ ലാംഗ്വേജുകൾ. അതായത് നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ സൗത്തേൺ ഭാഗങ്ങളിൽ ഉപയോഗിച്ചിരുന്ന ഭാഷയാണ് ദ്രാവിഡിയൻ ലാംഗ്വേജ് എന്നുള്ളത്. അത് തമിഴ്, തെലുങ്ക്, കന്നഡ, മലയാളം എന്നുള്ളതാണ് ഈ ദ്രാവിഡിയൻ ലാംഗ്വേജുകൾ പെട്ടത്. പിന്നെ ഓസ്ട്രിക് ലാംഗ്വേജുകളാണ് അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് സെൻട്രൽ ഇന്ത്യയിലെ സെൻട്രൽ ഭാഗങ്ങളിലുള്ള ട്രൈബുകൾ, ഗോത്ര വിഭാഗങ്ങൾ ഉപയോഗിച്ചിരുന്ന ഭാഷയാണ് ഓസ്ട്രിക് ലാംഗ്വേജ് എന്നുള്ളത്. അടുത്താണ് സിനോ ടിബറ്റൻ ലാംഗ്വേജ് എന്നുള്ളത്. സിനോ ടിബറ്റൻ ലാംഗ്വേജ് എന്നുള്ളത് നമ്മളെ നോർത്ത് ഈസ്റ്റ് ഭാഗങ്ങളിലുള്ള നമ്മളെ ട്രൈബുകൾ സാധാരണയായിട്ട് ഉപയോഗിച്ചിരുന്നൊരു ഭാഷാ രീതിയാണ് സിനോ ടിബറ്റൻ എന്നുള്ളത്. ഇന്ത്യയിൽ ഏകദേശം ഉള്ള 23 നമ്മളെ ഇന്ത്യൻ ജനസംഖ്യയുടെ 3.2% ആളുകൾ എന്തായിരിക്കും ഈ 23ഓളം വരുന്ന സിനോ ടിബറ്റൻ ലാംഗ്വേജിൽ ഏതെങ്കിലും സംസാരിക്കുന്ന ആളുകളാണെന്ന് പറഞ്ഞത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് നമ്മളെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന് അംഗീകരിച്ചിട്ടുള്ള ഔദ്യോഗികമായിട്ടുള്ള ഭാഷകളാണ്. അത് തന്നെ ഈ ഇന്തോ ആര്യൻ ലാംഗ്വേജിൽപ്പെട്ട 7 ഭാഷകളും പിന്നെ അതുപോലെ തന്നെ 4 ദ്രാവിഡ ഭാഷകളും നമ്മളെ ഇന്ത്യയുടെ 8th ഷെഡ്യൂൾ പ്രകാരം, ഭരണഘടനയുടെ 8th ഷെഡ്യൂളിൽ എന്തായിട്ടുണ്ട്, നമ്മളെ രാജ്യത്തിൻ്റെ ഒഫീഷ്യൽ ലാംഗ്വേജുകളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ അതിന് പുറമെ തന്നെ പഞ്ചാബി, ഉറുദു, സംസ്കൃതം ഇതും നമ്മുടെ ഇന്ത്യയുടെ നമ്മളെ കോൺസ്റ്റിറ്റ്യൂഷനിൽ 8ാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഭാഷയാണ്. ഇനി ഇത് തന്നെ ഈ 91% ഇന്ത്യൻ ജനസംഖ്യയുടെ 91% ആളുകളും ഈ 14 ഭാഷകളിൽ കൂടെ തന്നെ മറ്റൊരു ഭാഷയും കൂടി സംസാരിക്കുന്ന വ്യക്തികളായിരിക്കും എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ പാഠഭാഗത്ത് ചർച്ച ചെയ്തത്. ഓക്കെ.